എം ലിജു കായംകുളത്ത് നിന്നും ഇത്തവണ ജയിച്ചു കയറിയ വ്യക്തിത്വമാണ് എം ലിജു. സൗമ്യനായിട്ടുള്ള ഒരു മുഖമാണ്. ഇത്തവണ എം ലിജുവിന് എക്സൈസ് സഹകരണ വകുപ്പുകളൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അർഹിക്കുന്ന ഒരു പദവി തന്നെയാണ് എം ലിജുവിന്റെ. സൗമ്യനായിട്ടുള്ള മുഖം, പ്രതിസന്ധികളെയൊക്കെ സൗമ്യതയോടുകൂടി തന്നെ നേരിടുന്ന വ്യക്തിത്വം. പലതവണ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പക്ഷെ ഇത്തവണ കായംകുളത്തുകാർ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിടുന്നു. കായംകുളത്തിന് സമ്മാനമായി ഒരു മന്ത്രിയെ ലഭിക്കുന്നു. യുവമുഖമായി എം ലിജു. ഞാൻ എം ലിജു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ എം ലിജു എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സാധാരണ കുടുംബത്തിന്റെ പരിമിതികളിൽ നിന്നാണ് അദ്ദേഹം വളർന്നത്. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഈ ഒരു പദവിയിലേക്ക് എം ലിജു എത്തുന്നത്. പുസ്തക വായനയും ചരിത്രബോധവും ഒക്കെ കൈമുതലാക്കിയ എം ലിജു രാഷ്ട്രീയ എതിരാളികളുടെ പോലും ബഹുമാനം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക യുവജന സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തത് ശ്രദ്ധേയമാണ്. 1994 സ്കൂൾ KS യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് ഹണ്ട് വഴി നേരിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ദേശീയ ജനറൽ സെക്രട്ടറിയായി ഉയരുന്നു. ആലപ്പുഴ DCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി നിലകളിൽ പ്രവർത്തിച്ച മികച്ച പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. നിലവിൽ KPCC വൈസ് പ്രസിഡന്റും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമാണ്. കായംകുളത്ത് നിന്നാണ് ഇത്തവണ എം ലിജു നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ നിരവധി പ്രവാസികളെ സൗജന്യമായി നാട്ടിലെത്തിച്ചതും ഒപ്പം തന്നെ ബംഗളൂരു പോലുള്ള നഗരങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള മലയാളി വിദ്യാർത്ഥികളെ സുരക്ഷിതമായ നാട്ടിലേക്ക് എത്തിച്ചതും എം ലിജുവിന്റെ ഒരു ഇടപെടൽ വഴിയാണ്. സാധാരണക്കാരോട് ചേർന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് എം ലിജു എന്ന് പറയുന്ന കായംകുളത്തിന്റെ കരുത്തൻ. ഇതാ മന്ത്രിസഭയിലേക്ക് മികച്ച സംഘാടകൻ എന്ന നിലയിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് എം ലിജു.